ഹായ് ഗൈസ്, അഡ്വക്കേറ്റ് രജി മനോജ്. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള കാര്യം, ഒരു വൈഫുകളുടെ ഫേവറിലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ പലപ്പോഴും വൈഫുകൾ, ഭാര്യമാർ അവരവരുടെ അച്ഛനും അമ്മയ്ക്കും കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള പെൺകുട്ടികളാണ് കൂടുതലും. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ അങ്ങനെയാണ്. അതുപോലെ ഞാൻ അറിയാവുന്ന പല ലേഡീസും അങ്ങനെയുണ്ട്. ഇനി ഇല്ലാത്തവരങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ വിഷമമുള്ള കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി എന്ന് കരുതി നമുക്ക് നമ്മുടെ അമ്മയും അച്ഛനും നമ്മുടെ അല്ലാതെ ആവില്ലല്ലോ. അവർക്കൊരു സഹായം വേണമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കൊടുക്കണം, നമ്മൾ ചെയ്യണം. അതാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. അതേ കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, വൈഫ് അവനവൻ്റെ വീട്ടിലേക്ക്, അതായത് വൈഫിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവൾ ജോലി ചെയ്യുന്നതാണെങ്കിലും ഹസ്ബൻഡിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് പൈസ അമ്മയ്ക്കും അച്ഛനും അവരെ നോക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമല്ല. ഇനി ഭർത്താവിൻ്റെ വീട്ടുകാരോ അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മലയാളം അറിയാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കേട്ടോ, അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു മെൻറ്റൽ ക്രുവാലിറ്റി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൗണ്ട് വെച്ച്, ഇതൊരു ഗ്രൗണ്ടാണ്, മെൻറ്റൽ ക്രുവാലിറ്റി ഒരു ഗ്രൗണ്ടാണ് ഫോർ ഫയലിംഗ് ഡിവോഴ്സ്. ഓക്കെ, അപ്പം ഹസ്ബൻഡ് ഇതിനൊന്നും അനുവദിക്കുന്നില്ല ഭാര്യയെ അവനവൻ്റെ അമ്മയെ അച്ഛനെയും നോക്കാനോ അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാനോ സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സിന് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും ദിവസം ഞാൻ ഹസ്ബൻഡ്സിന് ഡിവോഴ്സ് ഫയൽ ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഓഫ് കോഴ്സ് വൈഫുകൾക്കും ഒരുപാടുണ്ട്. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ ന്യൂ ഗ്രൗണ്ട്സ് ഫോർ യു. ഇൻ കേസ് ഏതെങ്കിലും ലേഡീസ് ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവോഴ്സിന് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സീ യു സൂൺ. ബൈ.